ഞാൻ കൃഷി ചെയ്യുന്ന പറമ്പാണ് ഇവിടം മുതൽ തുടങ്ങുന്നത്. വേറൊരാളുടെ പറമ്പ് എനിക്ക് കൃഷി ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ്. അതിവിടം മുതലാണ് തുടങ്ങുന്നത്. ഇതിനകത്തൊരു കുളമുണ്ട്. ഈ കുളത്തിലെ വെള്ളം വറ്റി ഇഷ്ടംപോലെ മീനും ഒക്കെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കുളമാണ്. ഇവിടെ മുതലാണ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഒരു 60 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് ഞാൻ കൃഷി ഇട്ടിട്ടുള്ളൂ. പകുതി ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കൃഷി. എല്ലാം കൂടി വെള്ളമില്ലാത്തത് കൊണ്ട്, വെള്ളം കുറവാണ്. അപ്പം നട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടി നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ഈ കാണുന്നതൊക്കെ പറമ്പാണ്. തെങ്ങുമ്പളപ്പാണ്. തെങ്ങുമെന്ന് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുത്തുകൊണ്ട് പോവുകയാണ്. നമുക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. വരുന്നവരെടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ കൃഷിയിലേക്ക് വരുന്നതേ ഉള്ളൂ, കൃഷിസ്ഥലത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാലൊക്കെ നേരെയാക്കി തെങ്ങിൻ്റെ തടമൊക്കെ എടുത്ത് ഒക്കെ കൊടുക്കും. വാഴകളും പറങ്കിമാവാണ്. ഒരു പറങ്കിമാവ് തനിയെ ഉണ്ടായതാണ്. അതിൽ കഴിഞ്ഞ കൊല്ലം വരെ നിറച്ചും കായ പിടിച്ചതാണ്. ഈ വർഷം അത്ര അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് ഇത് പയർ വിതച്ചതാണ്. പയർ വിതച്ച സംഭവമാണ്. വാഴകൾ, മുരിങ്ങ, കിണർ, മോട്ടർ പുര, അങ്ങനെയൊക്കെ എല്ലാമായിട്ട് മോട്ടർ പുരയാണ്. ഇവിടെ വഴുതന വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. വഴുതന കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വഴുതനയാണ് നട്ടിരിക്കുന്നത്. പൂവുണ്ടായി തുടങ്ങിയിരിക്കുന്നു. വഴുതനകൾ ഒന്ന് രണ്ട് ജീവികളുടെ ശല്യമുണ്ട് ഇവിടെ. മുള്ളൻപന്നി, മയിലുകൾ ഒക്കെ ആയ കാരണത്താൽ ഇവിടെ മറച്ച് കെട്ടിയിരിക്കുകയാണ്. നെറ്റുകൊണ്ട്
എല്ലാം വഴുതനകളാണ് നട്ടിരിക്കുന്നത്. ഇടയിലൊരു 1-2 കൊള്ളികൾ കൂടി വെച്ചിട്ടുണ്ട് ആ വാഴകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ. ഇനിയും തൊട്ടടുത്ത പറമ്പിലേക്ക് പോയാൽ അതും കൂടി എടുക്കാം. അതും കൂടി എടുത്തിട്ട് ഡ്രമ്മും വെള്ളത്തിൻ്റെ കുറവുണ്ട്. മഴ കിട്ടിയിട്ടേ ഇല്ല ഞങ്ങൾക്ക്. മഴ കിട്ടാൻ എന്താണൊരു വഴി? കുമ്പളങ്ങ ഒക്കെ ഉണ്ടായി തുടങ്ങി. വെണ്ടയ്ക്കയാണ് നിൽക്കുന്നു. വെണ്ടകൾ നിൽക്കുന്നതൊക്കെ. അതിനിടയിൽ കൂടെ കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്. വെള്ളരി പൂത്ത് നിൽക്കുന്നു. അവർ വെള്ളരിക്കായ പിടിച്ചിരിക്കുന്നു. വെള്ളരി കായ പിടിച്ചിരിക്കുന്നു. കയ്പകളാണ്. പടവലവും കയ്പയാണ്. വിളവെടുപ്പ് സത്യത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. വളങ്ങളൊക്കെ കൊടുത്ത് വെള്ളം കുറേശ്ശെങ്കിലും നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഉണങ്ങാതെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയും ഉണ്ടാകും. ഉണ്ടാകുന്നുണ്ട്. കയ്പയ്ക്ക ഉണ്ടാകുന്നുണ്ട്. പടവലത്തിൻ്റെ വള്ളി, കയ്പയും വാഴകൾ. പിന്നെ ഇതിനകത്ത് നല്ല കുമ്പളങ്ങ ഉണ്ടാകുന്നുണ്ട്. കുമ്പളങ്ങ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. കയ്പയ്ക്ക ഉണ്ടാകുന്നു. പടന്ന് കയറി തുടങ്ങി. ഇവിടെ കൂടെ ഒരു വെള്ളരിയുണ്ട്. കായ ഉണ്ട്. കായ പിടിച്ചേക്കുന്നു. എന്താ കുറച്ച് ചേന നട്ടിട്ടുണ്ട്. ചേന പുതയിട്ട് കൊടുത്തിരിക്കുകയാണ്. ചേനയുണ്ട്, ഇഞ്ചിയും നട്ടിട്ടുണ്ട്. അതിന് നല്ല 2-3 മഴ പെയ്തതിന് ശേഷം മാത്രമേ അത് വരുള്ളൂ. അതിനിടയിൽ കൂടി കുറച്ച് കോതൽ നട്ട് കൊടുത്തിട്ടുണ്ട്. പന്തലിട്ട് കൊടുത്തിട്ട് പന്തലിലേക്ക് പടരാൻ വേണ്ടിയിട്ട് ഉള്ള ഇതൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിസ്ഥലം. ഇനിയും നല്ലപോലെ കായൊക്കെ പിടിച്ച് കഴിഞ്ഞ് പറിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ.